പെണ്ണുങ്ങളുടെ ഭാഗത്ത് ഭയങ്കര രാജാവ് ജനങ്ങളൊക്കെ അങ്ങോട്ടോട് എന്തിനാ പെണ്ണുങ്ങളെ നിലവിട്ട കരച്ചിലുകാരെന്ന് നോക്കാൻ. ഒരു പെണ്ണും പിന്നെ ഭർത്താന്ന് പറഞ്ഞ കരഞ്ഞോണ്ട് ഉടനെ 4 ബൈക്ക് ഉടനെ. അപ്പൊ ഈ പെണ്ണിന്റെ കൂട്ടുകാരുണ്ട് രഹന, ഇവൾ ഓടി വരികയാണ്. ഓടി വന്നപ്പോ രഹനയോട് ചോദിച്ചു, മോളെ എന്താ സംഭവം? രഹന ഓടി വന്ന് രാജാവോട് പറഞ്ഞു, രാജാവേ പാമ്പ് 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 സഫിയ വീണു കടിച്ചു പാമ്പ്. എന്താണ് പറയുന്നത്? രാജാവ് സഫിയ. രാജാവ് അങ്ങോട്ട് ഓടി നോക്കുമ്പോ കൊട്ടാരത്തിന്റെ ബാക്ക് ഭാഗത്ത് മംഗലപ്പന്തൽ മൊത്തം കലാക്കായിട്ടാണ്. ഇരിപ്പിടങ്ങളൊക്കെ തട്ടിമറിഞ്ഞിരിക്കുന്നു. നല്ല ഒരു സിംഹാസനത്തിൽ നിന്ന് സഫിയ അതിനെ തോട്ട് കമഴ്ന്നടിച്ച് വീണെടുക്കുന്നു. വെളുത്ത സുന്ദരിയാണ് സഫിയ. കറുത്ത കാർമേഘം പോലെ നിറം മാറിയിട്ടുണ്ട്. ഉറപ്പാണ് സഫിയാനെ പാമ്പ് കടിച്ചിട്ടുണ്ട്. അതാ രഹന പറഞ്ഞത്. വാരിയെടുത്തു ഇയാൾ തന്റെ മകളെ. വാടിക്കിടക്കുന്ന സ്വന്തം മകളെ എടുത്ത് കല്യാണപ്പന്തൽ രാജാവ് ഓടാൻ തുടങ്ങി. വൈദ്യന്മാരെ ഓടിവാ ഓടിവാ. കല്യാണപ്പന്തൽ പങ്കെടുത്ത ആ നാട്ടിലെയും കൊട്ടാരത്തിലെയും മറ്റും മറുനാട്ട വൈദ്യന്മാരെ ഒത്തുകൂടി സഫിയാനെ കൊണ്ടുപോയി ഒരു മുറിക്കകത്തിട്ട് പൂട്ടി ചികിത്സയും പരിശോധനയും ആരംഭിച്ചു. രാജാവ് രഹനയോട് ചോദിച്ചു, മോളെ എന്താ സംഭവിച്ചത്? രഹന പറഞ്ഞു, രാജാവേ, നിങ്ങളുടെ മകൾ സഫിയാനെ കുളിപ്പിച്ച് നല്ല വസ്ത്രം ധരിപ്പിച്ച് ആഭരണം ധരിപ്പിച്ച് അവളെ ആ സിംഹാസനത്തിൽ എത്തിയിട്ട് ഞങ്ങൾ തോഴിമാർ ചുറ്റും നിന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോ എവിടെ നിന്നറിയില്ല അവളിരിക്കുന്ന സിംഹാസനത്തിന്റെ ചോട്ടിലൂടെ ഒരു ഘോരമായ സർപ്പമിഴഞ്ഞു വന്നു. അത് പത്തിപടത്തെ പണം പ്രത്യേക നൃത്തമാടി. അതിനെ താണ്ടനമേൽക്കാതിരിക്കാൻ ഞങ്ങൾ 4 വഴി കൂടി. നിങ്ങളുടെ സഫിയ എന്ന മകൾക്ക് ഇറങ്ങി ഓടാൻ പറ്റിയില്ല. ആ സഫിയാന്റെ ഇടത്തക്കാലിൽ അത് ചൊറഞ്ഞിട്ട് വലത്തക്കാലിൽ ആഞ്ഞുകൊത്തി രാജാവ് തന്റെ നെറ്റിത്തടം ചുമരിലിടിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവേ, എന്റെ മകളെ നീ രക്ഷപ്പെടുത്തണേ പടച്ചോനേ. നീണ്ട മണിക്കൂർ ജനങ്ങൾ നിശ്ചലരായി നിന്നു. ആ മുറിക്കകത്ത് നിന്ന് കേൾക്കുന്ന വാർത്തകൾക്ക് വേണ്ടി മംഗലത്തിൽ പങ്കെടുക്കാത്തവർ പോലും കൊട്ടാരത്തിലേക്ക് ഓടി വന്നു വിവരമറിഞ്ഞിട്ട്. കൊട്ടാര വൈദ്യന്മാരുടെ തലവൻ പുറത്തേക്ക് ഇറങ്ങി. അയാൾ വിയർപ്പിന്റെ മുത്തുമണികൾ തുടച്ചു മാറ്റി. എന്നിട്ട് രാജാവിന്റെ മുന്നിലേക്ക് വന്ന് രാജാവ് പറഞ്ഞു, വൈദ്യരെ, എന്റെ കുട്ടി സഫിയാക്ക് എന്തുണ്ട്? എന്റെ മകൾ സഫിയാക്ക് എങ്ങനെയുണ്ട്? വൈദ്യർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, രാജാവേ, ഞങ്ങളോട് ക്ഷമിക്കണം. എന്താ? നമ്മുടെ മകളാണ് സഫിയ. അതെ രാജാവേ, സഫിയ. എന്താ സഫിയാക്ക്? രാജാവേ, സഫിയ. എടാ പറ. സഫിയ മരിച്ചു രാജാവ് എന്ന് വിളിച്ചു പറഞ്ഞപ്പോ അയാളെ തള്ളി മാറ്റി വാതിൽ തട്ടി തുറന്ന് അകത്തേക്ക് രാജാവ് കയറി വരുമ്പോ കാണുന്ന കാഴ്ച സ്വന്തം മകളുടെ മേലെ വെളുത്ത തുണിയിട്ട് പുതക്കുന്ന മനുഷ്യരെയാണ്. ആ തുണി അങ്ങനെ തന്നെ പിടിച്ചു വലിച്ചു, മോളെ